എസ്പെഷ്യലി ബീഫും കായാണ്, നേന്ത്രക്കായാണ്. അപ്പോൾ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക്, മല്ലി, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സബോള ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിൽ ഞാൻ കുക്കറിൽ കുറച്ച് നേന്ത്രക്കായ ഇട്ടിട്ട് വേവിക്കുകയാണ്. ആ ബീഫും കുറച്ച് കായയും കൂടി വേവിക്കുകയാണ്. ഇനി അത് നമുക്ക് കാച്ചിയെടുക്കണം. ബീഫും കായും കാച്ചാനായിട്ട് നമ്മുടെ ചട്ടി വെച്ച് അതിനകത്തേക്ക് നമ്മളെടുക്കുന്ന എണ്ണയും അതുപോലെ സബോള ഇട്ട് വഴറ്റാണ്. സബോള വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ വറുത്തത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളകും മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കാച്ചാനായിട്ട് അത് ഇട്ട് കൊടുത്ത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും കായും ഇട്ട് കൊടുക്കാം. കായ ഇട്ട് ഇളക്കിയതിന് മസാലയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി ഇളക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കായും ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കാണ്.